നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു പേയ്മെന്റ് വൗച്ചറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിസീപ്റ്റ് വൗച്ചറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എൻ്റെ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ റിസീപ്റ്റ് വൗച്ചർ. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഫോർ 5 lakh, കമ്മീഷൻ റിസീവ്ഡ് ഫോർ 10,000, ഡിവിഡൻഡ് റിസീവ്ഡ് ഫോർ 15,000. 3 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി പുതിയ കമ്പനി സെലക്ട് ചെയ്യുന്നില്ല, ഒരു എക്സിസ്റ്റിംഗ് കമ്പനി യൂസ് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സെലക്ട് കമ്പനി ഓപ്ഷൻ ഉണ്ട്. സെലക്ട് കമ്പനിയിൽ പോയിട്ട് ഹിമാലയാസ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ കമ്പനിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ട്രാൻസാക്ഷൻസ് എടുത്തു. അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിംഗിൾ ലെഡ്ജർ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ട് ലെഡ്ജർ ക്രിയേഷൻ്റെ സ്ക്രീനിൽ വന്നു ക്രിയേറ്റ്. ക്രിയേറ്റിൻ്റെ ആദ്യം പേര് കൊടുക്കുക, ക്യാപിറ്റൽ. ഓക്കെ, അത് അണ്ടർ എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രൈമറി ഗ്രൂപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു. യെസ് അക്സെപ്റ്റ് കൊടുത്തു. യെസ് എന്നുള്ള സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. അത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. നമുക്ക് സിംഗിൾ മോഡിലോ മൾട്ടിപ്പിൾ മോഡിലോ ക്രിയേറ്റ് ചെയ്യാം. സിംഗിൾ മോഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം മിസ്റ്റേക്ക് വരില്ല. കമ്മീഷൻ റിസീവ്ഡ് എന്ന് ക്രിയേറ്റ് ചെയ്തു. അതേതാണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തു. യെസ് സെലക്ട് ചെയ്തു. ഓക്കെ, അടുത്തത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻറ്റും ഏതിൻ്റെ കീഴിൽ തന്നെയാണ്? ഇൻഡയറക്റ്റ് ഇൻകത്തിൻ്റെ കീഴിൽ തന്നെയാണ്. അത് ഇൻഡയറക്റ്റ് ഇൻകത്തിൻ്റെ കീഴിൽ തന്നെയാണ്. അത് നമുക്ക് ആവശ്യമുള്ള 3 ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് യെസ് അക്സെപ്റ്റ് ചെയ്തു. അടുത്ത എന്താണ്? എൻ്റർ വൗച്ചർ. നമുക്ക് റിസീപ്റ്റ് വൗച്ചർ ആണ് ആവശ്യം. ഇപ്പോൾ റിസീപ്റ്റ് വൗച്ചർ നമ്മൾ എവിടെ നിന്ന് എടുക്കും? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വന്നിട്ട് റിസീപ്റ്റ് എന്ന് എടുക്കുക. അപ്പം ഇവിടെ ഞാൻ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി. ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കുക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചറിൽ റിസീപ്റ്റ് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ റിസീപ്റ്റ് അല്ലായിരിക്കും, വേറെ ജേണലോ സെയിൽസോ വല്ലതും ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഏത് ഓപ്ഷനാണോ എൻ്റർ ചെയ്തത് ആ ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ ചുവന്ന കളറിൽ ഇവിടെ കിടക്കുന്നത് പേര് നോക്കുക, റിസീപ്റ്റ് ആണ്. റിസീപ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പോകാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ എൻട്രി മോഡിലാണ് എൻ്റർ ചെയ്യുന്നത്. ഓരോന്നായിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അക്കൗണ്ട് ഒരു ക്യാഷ് പേയ്മെൻ്റ് ആയിരുന്നു അല്ലേ, ക്യാഷ് റെസിപ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ക്യാഷ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തു. ഇനി പർട്ടിക്കുലേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഏത് വേണം സെലക്ട് ചെയ്യാനായിട്ട്? ക്യാപിറ്റൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് 5 lakh എന്നുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എമൗണ്ട് എന്ന് കൊടുക്കുക, 5 lakh എന്ന് കൊടുക്കുക. എൻ്റർ ഉള്ളൂ. ദെൻ ടാബ് പ്രസ് ചെയ്യുക, അക്സെപ്റ്റ്, യെസ്. ഒരെണ്ണം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി റിസീപ്റ്റ് നമ്പർ 2 ആണ്. അപ്പോൾ ഇവിടെ നമ്പർ നോക്കിയാൽ മനസ്സിലാവും ഏതാണെന്നുള്ളത്. റിസീപ്റ്റ് നമ്പർ 2 ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് അടുത്തത് ഏതാണ് എൻ്റർ ചെയ്യേണ്ടത്? സെയിം പ്രൊസീജിയർ തന്നെയാണ്. അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ആദ്യം ക്യാഷ് ആണ്, ക്യാഷ് റിസീപ്റ്റ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. 10,000 എന്നുള്ളത് എൻ്റർ ചെയ്തു. ഓക്കെ, അതും അക്സെപ്റ്റ് ചെയ്തു. അടുത്തതാണ് ഡിവിഡൻഡ് ആണ്. അപ്പം ഡിവിഡൻഡ് ആണെങ്കിൽ 15,000 ആണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ളതാണ് മുകളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഡിവിഡൻഡ്, സോ ഡിവിഡൻഡ് എന്നുള്ളത് എൻ്റർ ചെയ്തു. എമൗണ്ട് എത്രയായിരുന്നു? 15,000 ആയിരുന്നു. 15,000 എൻ്റർ ചെയ്തു. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഒരു
റെസിപ്റ്റ് വൗച്ചർ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് സിംഗിൾ എൻട്രി മോഡിലും ചെയ്യാം, ഡബിൾ എൻട്രി മോഡിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത് സിംഗിൾ എൻട്രി മോഡാണ്. ഓരോ ട്രാൻസാക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വൗച്ചർ എടുത്ത് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചത്. ഇത് ഡബിൾ എൻട്രി മോഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരൊറ്റ വൗച്ചറിൽ തന്നെ നമുക്ക് ഒന്നിലധികം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. then accept എന്ന് കൊടുത്തു, യെസ് യെസ് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് നമ്മൾ എൻട്രി ചെയ്ത വൗച്ചേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, അവിടെ നിന്ന് ഡിസ്പ്ലേ വരിക, ഡിസ്പ്ലേയിൽ നിന്നും ഡേ ബുക്ക് സെലക്ട് ചെയ്യുക. ഡേ ബുക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വൗച്ചേഴ്സ് എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം കിടക്കുന്നത് പേയ്മെന്റ് വൗച്ചറാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻട്രി ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. റിസീപ്റ്റ് വൗച്ചർ 3 എണ്ണമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ, കമ്മീഷൻ റിസീവ്ഡ്, ഡിവിഡൻഡ്. അതിന്റെ വൗച്ചർ നമ്പർ കൂടെ കാണാനായിട്ട് പറ്റും, എമൗണ്ട് കൂടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിസീപ്റ്റ് വൗച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.